ഇന്ന് സ്ത്രീകളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഒരു ക്യാൻസറാണ് സെർവിക്കൽ ക്യാൻസർ. ഇതിന്റെ ലക്ഷണങ്ങൾ പലപ്പോഴും വളരെ വൈകിയാണ് പുറത്തേക്ക് വരുന്നത്. അതിനാൽ തന്നെ പലപ്പോഴും ഇത് കണ്ടുപിടിക്കാതെ പോകാറുണ്ട്. അതിൽ കൃത്യസമയത്ത് രോഗപരിശോധനയും നിർണ്ണയവും നടത്തേണ്ടതാണ്. പാപ് സ്മിയർ ടെസ്റ്റ് ഒരു 40 വയസ്സിന് ശേഷം സ്ത്രീകളിൽ വരാൻ സാധ്യതയുള്ള ഒരു ക്യാൻസറാണ് ഗർഭാശയമുഖ ക്യാൻസർ അഥവാ സെർവിക്കൽ ക്യാൻസർ. ഈ ക്യാൻസർ അതായത് സെർവിക്കൽ ക്യാൻസർ നേരത്തെ കണ്ടുപിടിക്കാൻ നടത്തുന്ന ഒരു സ്ക്രീനിംഗ് ടെസ്റ്റാണ് പാപ് സ്മിയർ ടെസ്റ്റ്. ഈ ടെസ്റ്റ് നടത്തുന്നത് ഈ ക്യാൻസറിന്റെ ഡെവലപ്പിംഗ് സ്റ്റേജ്, അതായത് സ്റ്റേജ് 1, സ്റ്റേജ് 2, സ്റ്റേജ് 3, CAN1, CAN2, CAN3, അതിനുശേഷം ക്യാൻസർ ഈ ഒരു സ്റ്റേജിൽ കൂടിയാണ് കടന്നു പോകുന്നത്. ഇതിലേതെങ്കിലും ഒരു സ്റ്റേജിൽ നമുക്ക് ക്യാൻസറിനെ നേരത്തെ തന്നെ കണ്ടുപിടിക്കാൻ പറ്റിയാൽ നമുക്ക് അതിനെതിരെ വേണ്ട ട്രീറ്റ്മെന്റ് നടത്തുകയും അത് ക്യാൻസറിലേക്ക് എത്തുന്നത് തടയാനും സാധിക്കും. ഇനി പാപ് സ്മിയർ എപ്പോഴാണ്, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. സെക്ഷൽ ലൈഫ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പാപ് സ്മിയർ ടെസ്റ്റ് എടുത്ത് തുടങ്ങുന്നതാണ് ഏറ്റവും നല്ലത്. അതിനുശേഷവും ടെസ്റ്റ് റിസൾട്ട് നോർമൽ ആണെങ്കിൽ പോലും എവരി 3 ഇയർ കൂടുമ്പോൾ നമ്മൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. ഇങ്ങനെ 65 വയസ്സ് വരെ ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഇനി ഒരു 45 വയസ്സിന് ശേഷം എല്ലാ 5 വർഷത്തിന് ശേഷം കൂടുമ്പോഴും ഈ ഒരു ടെസ്റ്റ് നമ്മൾ ചെയ്യണം. ഇനി ഇതിന്റെ പ്രൊസീജിയർ എങ്ങനെയാണെന്ന് നോക്കാം. ഇത് നമ്മളൊരു ഗൈനക്കോളജി ചെക്കപ്പിന്റെ സമയത്ത് ചെയ്യാവുന്ന ഒരു പ്രൊസീജിയറാണ്. ഇത് ഗർഭാശയ മുഖത്തുള്ള കോശങ്ങളെ ഒരു സ്റ്റിക്ക് യൂസ് ചെയ്ത് ചുരണ്ടിയെടുത്ത് പരിശോധനയ്ക്ക് അയക്കുന്നതാണ് ചെയ്യുന്നത്. ഇതാണ് സ്പാച്ചുല. ഇതിന്റെ ഒരു ഭാഗം കൊണ്ടാണ് സെൽസ് എടുക്കുന്നത്. ഗർഭാശയ മുഖത്ത് ഈ ഒരു സ്റ്റിക്ക് വെച്ചിട്ട് 360 ഡിഗ്രി റൊട്ടേഷനിൽ കറക്കുമ്പോൾ അവിടുത്തെ കോശങ്ങൾ ഇതിലാകുകയും ആ കോശങ്ങൾ നമ്മൾ ഒരു സ്ലൈഡിൽ സ്പ്രെഡ് ചെയ്ത ശേഷം ഒരു ബോട്ടിലുണ്ട്, അതിൽ 95% ആൽക്കഹോൾ ആണുള്ളത്. ഈ ആൽക്കഹോൾ സൊല്യൂഷനിലേക്ക് ഈ ഒരു സ്മിയർ ഇറക്കി വെക്കുന്നു. ഇതിനുശേഷം ഈ ബോട്ടിൽ അടച്ച് ഈ സ്മിയർ നമ്മൾ ഒരു പാത്തോളജിക്കൽ ടെസ്റ്റിന് വേണ്ടി അയക്കുകയും ചെയ്യുന്നു. നോർമലി ഒരു ദിവസത്തിനുള്ളിൽ തന്നെ ഇതിന്റെ റിസൾട്ട് നമുക്ക് കിട്ടും. ഇനി റിസൾട്ട് വരുമ്പോൾ ഒന്നുകിൽ നോർമൽ പാപ് സ്മിയർ ആണെന്നും അല്ലെങ്കിൽ അബ്നോർമൽ പാപ് സ്മിയർ ആണെന്നും ഇനി അതും അല്ലെങ്കിൽ സെർവിക്കൽ കാർസിനോവ എന്ന് എഴുതുകയും ചെയ്യും. ചിലപ്പോൾ നമുക്ക് പാപ് സ്മിയർ ഫോൾസ് നെഗറ്റീവ്, അതായത് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അബ്നോർമാലിറ്റി ആയിട്ട് റിസൾട്ട് കിട്ടും. ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ എടുക്കുന്ന സെൽസ് പ്രോപ്പറായിട്ട് എടുത്തില്ല എങ്കിലോ അതല്ലെങ്കിൽ വജൈനൽ ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടെങ്കിലും ഈ ഒരു ടെസ്റ്റ് ഫോൾസ് റിസൾട്ട് കിട്ടും നമുക്ക്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ടെസ്റ്റ് എടുക്കുന്നതിന് 1-2 ദിവസങ്ങൾ സെക്ഷൽ ഇൻട്രാക്ഷൻ പാടില്ല. അതുപോലെ തന്നെ വജൈനൽ ക്ലീൻ ആക്കാൻ വേണ്ടി നമ്മൾ ക്രീമോ ലോഷൻ എന്നിവ യൂസ് ആക്കാനും പാടില്ല. ഇനി പാപ് സ്മിയർ ടെസ്റ്റിന്റെ റിസൾട്ടിൽ സ്റ്റേജ് 1, CAN1, CAN2 എന്നാണ് റിപ്പോർട്ട് വരുന്നതെങ്കിൽ നമുക്ക് കറക്റ്റായി ട്രീറ്റ്മെന്റ് ഉണ്ട്. സ്റ്റേജ് 1-ലാണെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യേണ്ടതില്ല. വീണ്ടും ഒരു 6 മാസം അല്ലെങ്കിൽ ഒരു വർഷമെങ്കിലും കഴിഞ്ഞ് നമ്മൾ ജസ്റ്റ് ഫോളോ അപ്പ് ചെയ്യേണ്ടതായിരിക്കും. ഇനി സ്റ്റേജ് 2 ഈ ലെവലിലൊക്കെ എത്തിയാൽ നമ്മൾ സെർവിക്സ് ഏരിയ നമ്മൾ കൂടുതൽ എക്സാമിൻ ചെയ്യാനായിട്ട് കോൾപോസ്കോപ്പി എന്നൊരു പ്രൊസീജിയർ ചെയ്യേണ്ടതാണ്. ഇത് ചെയ്യുന്നത് വഴി അബ്നോർമൽ ഏരിയ കണ്ടെത്തി അത് ബയോപ്സി എടുക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്നു. ഈ ഒരു കോൾപോസ്കോപ്പി എങ്ങനെയാണ് ചെയ്യുന്നത് എന്നൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി ബയോപ്സി എടുത്ത് പരിശോധിച്ച് അത് കൺഫേം ചെയ്താൽ നമുക്ക് അത് കരിച്ചു കളയുന്ന രീതിയുണ്ട്. ഈ കരിച്ചു കളയുന്ന രീതി 2 തരത്തിലുണ്ട്. ഒന്ന് ഡീ ഫ്രീസിങ്, അതായത് തണുപ്പിച്ച് കരിച്ചു കളയുക, അല്ലെങ്കിൽ ഇലക്ട്രോ കോട്ടറി വെച്ചിട്ട് കരിച്ചു കളയുക. ഇനി ഇതെല്ലാം സ്റ്റേജ് 3 ആയി എന്നാണ്, അതായത് ക്യാൻസറിന്റെ തുടക്കമായാൽ സർജിക്കൽ ട്രീറ്റ്മെന്റ് ആണ് ഏറ്റവും നല്ലത്. ഗർഭപാത്രവും അതിന്റെ കൂടെ തന്നെ ഓവറിയും എടുത്ത് കളയുന്ന ഓപ്പറേഷൻ